ശിവായ ശിവായ നമഃ ഓം ശിവായ നമഃ ഓം നമഃ ശിവായ. ഈശ്വരൻ ആരാണ്, ആദ്യമധ്യാന്ത ഇല്ലാത്ത ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിർമ്മലായ ബ്രഹ്മസ്വരൂപമാണ് ഈശ്വരൻ ഏകൻ, അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതുകൊണ്ടോടുകൂടി മഹാവിഷ്ണുവിനെ ശിവമായി ബാധിച്ചു. മഹാദേവനെ കുറിച്ച് പറഞ്ഞു, എല്ലാത്തിൻ്റെയും തത്വം ഞാനാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ആകെയുള്ള തത്വം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്നാണ് പല തത്വങ്ങളുണ്ടായത്. മായയാകുന്ന ഈ പ്രകൃതിയെ തത്വങ്ങളെ പറ്റി പല മഹർഷിമാരും പലതും പറഞ്ഞു. 19 തത്വം, 20 തത്വം, 24 തത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിയായ തത്വം ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ആജ്ഞ കൊണ്ടാണ് ലോകം സൃഷ്ടിച്ചത്. എൻ്റെ അഭിഗമനത്തിനാണ് ഈ കാണുന്നപ്പോൾ ഈ പറയുന്ന ബ്രഹ്മാവുണ്ടായത്. അപ്പം ഞാനല്ലേ ആദ്യം ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിനൊക്കെ സൃഷ്ടിച്ചത് മാത്രമല്ല, ഇതുപോലെ തന്നെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും. ഇത് കഴിഞ്ഞ് പ്രളയാത്യത്തിലെ ആത്യന്തികമായിട്ടുള്ള പ്രളയത്തില് ഈ കാണുന്ന പ്രപഞ്ചം എന്നിലേക്ക് ഒന്ന് ചെയ്യുകയും ചെയ്യും. അപ്പോഴും ഞാൻ തന്നെയുള്ളൂ. അഹമേവാസമേവാഗ്രെ നാന്റെ സൽസപരം അല്ലെ. അങ്ങനെ പറഞ്ഞോടുകൂടി ഇങ്ങനെ തർക്കം കൂടി. ഇതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി നമുക്ക് തർക്കം കൂടുക ചെയ്യല്ല വേണ്ടത്, വേദങ്ങളോട് ചോദിക്കാനായി. വേദമാണ് പ്രമാണം. വേദങ്ങൾ പറയട്ടെ. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. വേദങ്ങളുടെ പേരെങ്കിലും പഠിക്കാം. വേദം പഠിക്കാൻ പറ്റിയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ജന്തുക്കളെന്നൊക്കെ പറയേണ്ടി വരും. ഹിന്ദുക്കളെന്ന് പറയുന്നത് ജന്തുക്കളെന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ പറയാം. അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. ഗീതയല്ല, ഭഗവത്ഗീതയല്ല, മഹാഭാരതമല്ല, രാമായണമല്ല, ഭാഗവതമല്ല, ഒന്നുമല്ല. വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം. അപ്പത്തേക്ക് ഓർമ്മിച്ച് വയ്ക്കാം. എൻ ഭക്തി ചുരുങ്ങുമ്പോൾ കർമ്മം ഇഴയ്ക്കുമ്പോൾ കാത്തിടുക വേണമേ അമ്മേ, കാത്തിടുക വേണമേ. അത് പുത്രനാണെന്നല്ല പറഞ്ഞത്. ശരി, അങ്ങനെ എത്രയും വേഗത്തെ ആഗ്രഹം സഫലമായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിച്ചു. ഇനി എന്തായാലും പത്നിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. പത്നിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ആ വൈശ്വാനരുമ്പേക്കും കാശിയിലെത്തി. കാശിയിലെത്തിയ ബ്രാഹ്മണൻ മണികർണികാക്ഷേത്രത്തില് ആ സ്നാനം ചെയ്തു. അവിടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ ഭക്തിയോട് ദർശന പൂജാദികളൊക്കെ ചെയ്തു. സൽപുത്രന്റെ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് വീരേശൻ എന്നൊരു ശിവലിംഗ പൂജ. ഇതിനാണ് സിദ്ധലിംഗം എന്നൊക്കെ പേരുണ്ട്. ശിവലിംഗ പൂജ ആരംഭിച്ചു. പുത്രനുണ്ടാവാൻ വേണ്ടി ദാമ്പത്യാർത്ഥം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വെണ്ണ പാൽ പഞ്ചസാര പായസം എന്നിവായ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി. രഞ്ജിനി സദാശിവരഞ്ജിനി വരദായിനി തിരുവൈരാണിക്കുളത്തു വാഴുന്ന ഹിമഗിരി നന്ദിനി ദുരിത വിനാശിനി പാഹി മാം പാഹി പരിപാഹി മാം പാഹി മാം പാഹി പരിപാഹി മാം. ആതിര തുടങ്ങവേ ഈരാറു ദിവസവും ഉമവാഴും നടയിൽ ഞാൻ അലിഞ്ഞു നിന്നു. ആതിര തുടങ്ങവേ ഈരാറു ദിവസവും ഉമവാഴും നടയിൽ ഞാൻ അലിഞ്ഞു നിന്നു. നോവും മനസ്സുമായി മൂകമായി നിൽക്കവേ നേരിൽ വന്നെൻ മനം കവർന്നു നിന്നു. നോവും മനസ്സുമായി മൂകമായി നിൽക്കവേ നേരിൽ വന്നെൻ മനം കവർന്നു നിന്നു. ശ്രീ മഹാദേവനും ദേവിയുമായി ശക്തിസ്വരൂപൻ തിരുവൈരാണീശ്വരൻ ഞാൻ ഭജിച്ചപ്പോൾ മുന്നിൽ വന്നു നിന്നു. ത്രിമധുരം നേദിച്ചു ത്രിനയനം വന്ദിച്ചു തിരുമുമ്പിലടിയൻ ഞാൻ തൊഴുതു നിന്നു. ദിവ്യ സോപാനഗീതത്തിൽ മുഴുകി നിന്നു. ശക്തിസ്വരൂപൻ തിരുവൈരാണീശ്വരൻ ഞാൻ ഭജിച്ചപ്പോൾ മുന്നിൽ വന്നു നിന്നു. പരമേശ്വരി അഖിലാണ്ടേശ്വരി അമ്മ പരമേശ്വരി അഖിലാണ്ടേശ്വരി അമ്മ പരമേശ്വരി അഖിലാണ്ടേശ്വരി അമ്മ പരമേശ്വരി അഖിലാണ്ടേശ്വരി ആദിപരാശക്തി പരിപാലയതാം ആദിപരാ